2 ആറ്റം ബോംബുകളെ സർവൈവ് ചെയ്ത ഒരേ ഒരു മനുഷ്യൻ. 1945 ഓഗസ്റ്റ് 6 ഏകദേശം 8:15 മണിയോടെ ഹിരോഷിമയിൽ അമേരിക്ക 1ാമത്തെ അണുബോംബ് വീഴ്ത്തി. ഈ വീഴുന്ന സ്ഥലത്ത് നിന്ന് 3 കിലോമീറ്റർ അകലെയായിരുന്നു സുറ്റോമു യമഗാച്ചി. ജോലിയുടെ ആവശ്യത്തിനായിട്ടായിരുന്നു ഹിരോഷിമയിൽ ഇദ്ദേഹം എത്തിയത്. ബോംബിന്റെ പ്രഹരത്തിൽ തെറിച്ചു വീണ ഇദ്ദേഹത്തിന്റെ മുഖത്തും കൈയുടെയും ഇടതുഭാഗത്ത് ശക്തമായ പൊള്ളലേറ്റു. ആൻഡ് ഹി വാസ് ടെമ്പററിലി ബ്ലൈൻഡഡ്. ഇടത് ചെവിയുടെ കേൾവി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ആൻഡ് ഹിസ് ബോഡി വാസ് കവേർഡ് ഇൻ റേഡിയേഷൻ ബേൺസ്. ആ കാലഘട്ടത്തിൽ നോബഡി ന്യൂ അബൌട്ട് റേഡിയേഷൻ എക്സ്പോഷർ ആൻഡ് അതിന്റെ ആഫ്റ്റർ എഫക്ട്സ്. സോ മിക്ക സർവൈവേഴ്സും ഏതാണ്ട് 5 ദിവസത്തോളം എങ്കിലും റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തു. അതേപോലെ രാത്രി ഒരു ബോംബ് ഷെൽട്ടറിൽ ചിലവിട്ട ശേഷം സുറ്റോമു അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലത്തേക്ക് പോകാൻ തീരുമാനിച്ചു, വിച്ച് വാസ് നാഗസാക്കി. അവിടെ ഓഗസ്റ്റ് 9 രാവിലെ 11 മണിയോടെ തന്റെ സൂപ്പർവൈസറിനോട് ഹിരോഷിമയിലുണ്ടായ സ്ഫോടനത്തെപ്പറ്റി വിവരിച്ചുകൊണ്ടിരുന്ന സമയത്ത് 3 കിലോമീറ്റർ അകലെ വീണ്ടും ഫാറ്റ്മാൻ എന്ന അണുബോംബ് വീണു. ദിസ് ടൈം ഫിസിക്കലി സുറ്റോമുവിന് ഇഞ്ചുറീസ് ഒന്നും ഉണ്ടായില്ല, കാരണം ഹി വാസ് ഇൻസൈഡ് എ റീഇൻഫോഴ്സ്ഡ് ബിൽഡിംഗ്. പക്ഷേ നേരത്തെ ഉണ്ടായ പൊള്ളലുകൾക്ക് പ്രോപ്പറായി ചികിത്സ കിട്ടാത്ത സാഹചര്യമായിരുന്നു നാഗസാക്കിയിൽ. അടുത്ത ഒരാഴ്ച മുഴുവൻ മുറിവുകൾ ഇൻഫെക്റ്റഡ് ആയി ശക്തമായ പനിയും കണ്ടിന്യൂസ് ആയ ഛർദിലും ഒക്കെ ഇദ്ദേഹം അനുഭവിച്ചു. പതിയെ റേഡിയേഷൻ എക്സ്പോഷറിന്റെ എഫക്റ്റുകൾ അദ്ദേഹത്തിന്റെ ശരീരം കാണിച്ചു തുടങ്ങി. മുടികൊഴിച്ചിൽ, കാറ്ററാക്ട്, ലുക്കീമിയ, സ്റ്റൊമക് ക്യാൻസർ ഇതുപോലുള്ള രോഗങ്ങൾ അദ്ദേഹത്തെ ബാധിച്ചു. Yet, he lived for 93 years as the double survivor of atomic bombings.